ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണ് മോനും കൊണ്ടൊരു പടത്തിന് പോവാണ്. ഓണത്തിൻ്റെ സമയമാണ്. ഏറം കാണാനാണ് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓണമൊക്കെ ആയ കാരണം കൊണ്ട് കുറച്ച് പണിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഉത്രാടായിരുന്നു. പക്ഷേ പോകുന്ന വഴി പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര മോശം റോഡ്. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് പറ്റിയത്. ശോഭയിലേക്കായിരുന്നു പോയത്. പിന്നെ വേഗം തന്നെ ശോഭയിൽ കയറി അവിടുത്തെ പാർക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇൻട്രോ കഴിയും എന്നൊരു പ്ലാനിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങൊക്കെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് തന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെന്ന് നേരെ പാർക്ക് ചെയ്യാൻ പോകുന്നതിനിടയിൽ ആകാശം കണ്ടപ്പോൾ വേഗം വരച്ച് വെച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും വേഗം പാർക്ക് ചെയ്ത് അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ ബോയ് ഉണ്ടായിരുന്നു. ആൾക്ക് ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി നടന്നു. പിന്നെ മോൻ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാത്ത കാരണം കൊണ്ട് ഒരു ഉറക്കമട്ടൊക്കെ ഉണ്ടായിരുന്നു. കയറുമ്പോൾ കിടന്നുറങ്ങും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നേരെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ലിഫ്റ്റിൽ കയറിയപ്പോഴേക്കും ആൾക്ക് ചെറിയ തണുപ്പൊക്കെ അടിച്ചപ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ വന്നു. ഉറക്കമൊക്കെ പോയി. പക്ഷെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഉത്രാടായ കാരണമാണോ എന്നറിയില്ല, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഞാനിതിന് മുന്നേ ഇവിടെ പടത്തിന് വന്നപ്പോൾ ഇത്ര വലിയ തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കോസ്റ്റ്ലി കാരണമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളെല്ലാം ഇവർ ചെക്ക് ചെയ്ത് നോക്കും. പച്ചവെള്ളം പോലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എല്ലാം അവിടെ തന്നെ മേടിച്ച് കഴിക്കലും കുടിക്കലും ഒക്കെ ചെയ്യണം. ഞാൻ പക്ഷേ മോന് വേണ്ട ഫുഡ് കുറച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ അലവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പടം കാണാനായിട്ട് 3D ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ട് പോവാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആൾക്ക് നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഇരുട്ടൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഷാനുവിന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഷാനുവിന് ഒരു 9 മാസം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ലാസ്റ്റ് ജയിലറാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ പടത്തിനൊന്നും പോയിട്ടില്ല. മോനായിട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം കൊച്ചു കുഞ്ഞല്ലേ, സൗണ്ട് പ്രോബ്ലം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വെച്ചിട്ടുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇക്ക പറഞ്ഞു, ഇക്ക ഒരു വട്ടം കണ്ടതാണ് ഏയാറം, നല്ല സിനിമയാണ്, നിന്നെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രം ഞങ്ങൾ പോയി. പക്ഷേ അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് പറയുന്നത് സീറ്റ് ഏറ്റവും ബാക്കിൽ കിടന്ന് കാണാൻ പറ്റുന്ന സീറ്റാണ് എടുത്തത്. വില കേട്ടപ്പോൾ സത്യം പറയാലോ എൻ്റെ കിളി പറന്നു പോയി. 450 രൂപ എബോ ആണ് അതിൻ്റെ സീറ്റ് നമുക്ക് റേറ്റ് വരുന്നത്. കിടന്നും ഇരുന്നും മറഞ്ഞൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി കണ്ടത്. മോനുള്ളതല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ പടം തുടങ്ങി. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞങ്ങളവിടെ എത്തിയതിന് ശേഷമായിരുന്നു പടം തുടങ്ങിയത്. കുറച്ച് ലേറ്റായിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കണ്ടു തുടങ്ങി ഇത്തിരി ആകുമ്പോഴേക്കും മോൻ കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് കാണാനായിട്ട് പറ്റി. പക്ഷേ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവനെ എഴുന്നേറ്റു കേട്ടോ. ചെറുതായി ഒന്ന് കരഞ്ഞു. ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്തപ്പോൾ ആൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാപ്സിയുടെ മടിയിൽ കുത്തിമറിയായിരുന്നു. സിനിമ കഴിഞ്ഞു. ഒരു മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കാനല്ല. അതിനെല്ലാം ശേഷം ഞങ്ങൾ പടം കണ്ട് ഇറങ്ങാറായപ്പോൾ ഷാനുവിന് സന്തോഷമായിട്ടോ. കാരണം സിനിമയൊക്കെ കഴിഞ്ഞു, ശബ്ദമൊക്കെ ഓഫായി, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഹാപ്പി. എന്താണെന്നറിയില്ലേ, ഞാനും ഭയങ്കര ഹാപ്പി. കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും. കണ്ണട വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നിക്കോട് ചോദിച്ചപ്പോൾ അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത് അവിടെ ഇടിപ്പിച്ചു. പിന്നെ ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് ഭയങ്കര ആൾക്കാർ, നിറയെ ആൾക്കാർ. അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഷാനും നല്ല ഹാപ്പിയാണ്. അപ്പോഴാണ് ഞങ്ങൾ യൂസ്റ്റ എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റോറ് ശോഭയിൽ ഓപ്പണായിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ല, പക്ഷെ ഒന്ന് കയറി നോക്കാം, ഒന്ന് വൈബ് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് ഞാനും മിക്കും അതിനകത്തേക്ക് കയറി. മോനായിട്ട് കയറി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ സുതിയൊക്കെ പോലെ തന്നെ, അധികം കോസ്റ്റ്ലി ഒന്നല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇക്ക ഫസ്റ്റ് ടൈം ഇവിടെ വർക്ക് ചെയ്തിരുന്ന കാരണം ഇവിടെയുള്ള കുറേ സ്റ്റാഫുകളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇക്കയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഒരു വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പിന്നാലെ ഞാനും പോയി. ഓണമായതുകൊണ്ട് അവിടെ മാവേലീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഷാനുവിന് അതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ നിൽക്കുന്ന മാവേലീനെ നോക്കുന്നില്ല, അവിടെ തൂങ്ങി എടുക്കുന്നുണ്ടായിരുന്നു കഥകളിയുടെ രൂപം, പുലിക്കളിയുടെ രൂപമൊക്കെ. അതിങ്ങനെ കിടന്ന് ആടുന്ന കണ്ടപ്പോൾ അതായിരുന്നു അവന് കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയത്. അവൻ അത് നോക്കി നിൽക്കുകയായിരുന്നു.
പിന്നെ നമ്മളെവിടെ പോയാലും ഒരു സെൽഫി അത്യാവശ്യമാണല്ലോ. ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഞാനും ഷാനും ഇക്കും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. എല്ലാം വീട്ടിൽ പോയിട്ട് കഴിക്കാം, എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ARM പടം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, ഇക്കയ്ക്ക് നല്ല ഇഷ്ടമായി. 2 പ്രാവശ്യം പോയി കണ്ട ആളാണ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സിനിമയുടെ വിശേഷം ഇവിടെ തീരാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ.